സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് രണ്ടും കിട്ടിയില്ല. നാഷണൽ അവാർഡ് കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം BJP-ക്കാര് മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ട് തള്ളിയതാണ് എന്ന രീതിയിൽ പല ആളുകളും കമന്റ് ഇടുന്നു. പക്ഷെ ഇതിൽ യഥാർത്ഥത്തിൽ ഒരു വലിയ സത്യമുണ്ട്, വലിയൊരു ചതി നടന്നിട്ടുണ്ട് എന്നുള്ളത്. സ്റ്റേറ്റ് അവാർഡ് എന്തായാലും അത് പൃഥ്വിരാജിന് ഡിസർവ് ആയി കിട്ടിയതാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഡിസർവ് ആയിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ്, ഡെഡിക്കേഷന് കൊണ്ട് തന്നെയാണ് അത് കിട്ടുന്നത്. കൃത്യമായി മമ്മൂട്ടി അതിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പക്ഷേ ഇവിടെ വലിയ രീതിയിലുള്ള ചർച്ചകൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ് അവാർഡിൽ നിന്ന് മാറി നമുക്ക് നൻപകൽ നേരത്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയൊരു സിനിമയാണല്ലോ, ബെസ്റ്റ് ആക്ടർ മമ്മൂട്ടി ആയതാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടന്, ഇന്ത്യയിലെ ലെജൻഡ് ആക്ടറായ മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് നാഷണൽ അവാർഡ് കൊടുത്തില്ല എന്നുള്ളതാണ് ചർച്ച. ഈ ചർച്ചയിൽ ഒരു കഴമ്പുമില്ല എന്നുള്ളതാണ്. സത്യത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ ചതിച്ചത് അത് നാഷണൽ ജൂറി അല്ല, പകരം സ്റ്റേറ്റ് ജൂറിയുമല്ല, പകരം ജൂറിക്ക് പുറത്തുള്ള ആരോ ആണ് എന്ന് കൃത്യമായിട്ട് MV പത്മകുമാർ എന്ന നമ്മളെ സൗത്ത് ഇന്ത്യയിലെ ജൂറി മെമ്പർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇരുന്ന് പറയുന്നത് ഒന്ന് കേൾക്കാം. മമ്മൂട്ടി എത്ര മത്സരിച്ചാലും മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കില്ല, കാരണം ഭരിക്കുന്ന BJP ആണല്ലോ. എന്തായാലും കാന്താരയ്ക്കുള്ള ഋഷഭ് ഷെട്ടിക്ക് തന്നെ അവാർഡ് കിട്ടും എന്നുള്ള ചർച്ചയായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് നടന്നത്. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ സംഭവിച്ചു, മമ്മൂട്ടി സാറിന് അവാർഡ് കിട്ടിയില്ല. മലയാളിക്ക് വല്ലാത്ത വേദനയാണ്. ആട്ട പോലുള്ള സിനിമയ്ക്ക് നിരവധി അവാർഡുകൾ കിട്ടി സന്തോഷിക്കുന്നുണ്ടെങ്കിലും പക്ഷേ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് കിട്ടാത്തതിൽ നമ്മളൊക്കെ വല്ലാത്ത സങ്കടത്തിലാണ്. പലരും വളരെ മോശമായ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ചിലരൊക്കെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഉറപ്പാണ് കിട്ടില്ല, അതിപ്പോൾ എങ്ങനെ തകർത്ത് അഭിനയിച്ച് ആടിയാലും കിട്ടണമെങ്കിൽ ഈ നാറിക്കൂട്ടങ്ങൾ അവിടെ നിന്നും ഇറങ്ങണം, അടുത്ത പത്മഭൂഷൺ, അങ്ങനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ ചിലർക്ക് പറഞ്ഞിരിക്കുന്നത് ഇത് എത്ര തവണയായി 2014 ശേഷം മമ്മൂട്ടിയുടെ എത്രയോ സിനിമകൾ ഈ കുറെ തെറിയൊക്കെ പറഞ്ഞിട്ട് മതം നോക്കി ആളുകളെ തരംതിരിക്കുന്ന ഒരു ഭരണകൂടം ഉള്ളിടത്തോളം കാലം ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന പല ആളുകളും ഈ ഒരു വിഷയത്തിൽ BJP-യെ പൂർണ്ണമായും പഴിചാരുന്നത് കണ്ടുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള BJP രാഷ്ട്രീയത്തിന്റെ ഒരു തരത്തിൽ ഇടപെടലുകളും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞത്, അദ്ദേഹം കണ്ടില്ല എന്നാ പറയുന്നത്, നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഓക്കെ, മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ അദ്ദേഹത്തിന്റെ അഭിനയത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. മമ്മൂട്ടി എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവാർഡ് കിട്ടാത്തതിൽ വളരെയധികം നീരസത്തോടു കൂടി സങ്കടത്തോടു കൂടിയാണ് പല ആളുകളും കമന്റ് ഇടുന്നത്. അപ്പൊ രാഷ്ട്രീയക്കാരുടെ ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് പറയുന്നു. പക്ഷെ ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള ഒരു വലിയ ഒരു കാര്യം, ഒരു ചതിയെ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക, ഒന്ന് കാണുക തന്നെ വേണം. ഈ ചർച്ചകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു കമന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ഈ അവാർഡ് പ്രഖ്യാപന കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു, സൗത്ത് ജൂറിയിലെ ഞാനും അംഗമായിരുന്നു ഇതിനകത്ത്. അപ്പം എൻ്റെ മുമ്പിലെ മലയാളത്തിൽ നിന്നുള്ള സിനിമകളൊക്കെ സൗത്തിലുള്ള എല്ലാ സിനിമകളും വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ഒരു നാഷണൽ ജൂറി ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് ഞാൻ സമീപിച്ചത്. തീർച്ചയായിട്ടും ഒരു ഗൗരവത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഇതിനെ സമീപിക്കുന്നത്. അതിൽ ഒരു കാര്യം പറയാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്, അതെന്തായാലും ഒന്ന് കേൾക്കാം. പിന്നെ ഇത്രയേറെ സസൂക്ഷ്മം ശ്രദ്ധിച്ചിട്ട് എന്തുകൊണ്ടാണ് മമ്മൂട്ടി സാറിന് അവാർഡ് കിട്ടിയില്ല എന്നൊരു ചോദ്യം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലില്ലേ? സത്യത്തിലെ ഏറ്റവും വേദനയുള്ള കാര്യം അതാണ്. 2022 നമ്മുടെ കേരളത്തിൽ നിന്നും സൗത്തിൽ നിന്ന് അയച്ച സിനിമകളുടെ ലിസ്റ്റാണ് ഇതിനകത്ത്. ഈ സിനിമയുടെ ലിസ്റ്റിൽ എവിടെയും മമ്മൂട്ടി സാറിന്റെ ഒരു സിനിമകളും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വേദനയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആരായി? നമ്മൾ പൊട്ടൻ. മമ്മൂട്ടി എന്ന് പറയുന്ന ആളുടെ സിനിമ സൗത്ത് ഇന്ത്യയിൽ നിന്ന് സെലക്ഷൻ ചെയ്തതിന് ശേഷം അങ്ങോട്ട് വിട്ടിട്ടില്ല എന്നാ പറയുന്നത്. നൻപകൽ നേരത്ത് മയക്കത്തിനെ വെച്ചാണ് മത്സരം ഉണ്ടായത് എന്നാണല്ലോ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മമ്മൂട്ടിയുടെ ഒരു സിനിമ, ഇദ്ദേഹം ജൂറി ആയിട്ടിരുന്ന സൗത്ത് ഇന്ത്യയുടെ, മമ്മൂട്ടിയുടെ സിനിമ പരിഗണിച്ചിട്ടില്ല, അങ്ങോട്ട് ആ ഒരു സിനിമ എത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കാന്താരയുമൊത്ത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ മത്സരിക്കുന്നത്? ആരാണിത് പടച്ചു വിട്ടത് എന്നുള്ളതാ. നമ്മളൊക്കെ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്ന ആളുകളാണ്. ഞാനൊക്കെ ഈ വീഡിയോ റിയാക്ട് ചെയ്ത് എവിടുന്ന് അറിയോ? ന്യൂസ് ചാനലുകൾ പറയുന്നത് കേട്ടുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ അത് ജൂറി മെമ്പർമാർ സെലക്ട് ചെയ്തിട്ട് നാഷണൽ അവാർഡിൽ പരിഗണിച്ചിട്ട് പോലുമില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിയ, ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരു കിടിലൻ സിനിമയ്ക്ക് എന്തുകൊണ്ട് നാഷണൽ ഫിലിം അവാർഡുകളിലേക്ക് കൊടുത്തില്ല? അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ കാന്താരക്ക അവാർഡ് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി തന്നെയായിരുന്നു ഈ വർഷത്തെ നാഷണൽ അവാർഡ് വിന്നർ ആവേണ്ടിയിരുന്നത്. പക്ഷെ ഇതിന് പിന്നിൽ ഒരു ചതി നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് പത്മകുമാർ സാർ അത് പറയുന്നുണ്ട്. മമ്മൂട്ടി സാറ് നൻപകൽ നേരത്ത് മയക്കം പോയിട്ട് മമ്മൂട്ടി സാർ അഭിനയിച്ച ഒരു സിനിമകളും നാഷണൽ അവാർഡിലേക്ക് അയച്ചിട്ടില്ല. ഇത് ആരാണ് അയക്കാതിരുന്നത്? എന്നിട്ട് അയക്കാതിരുന്നിട്ട് ഓൺലൈൻ ചർച്ചകൾ മുൻവിധിയോടുകൂടി ആരൊക്കെയോ കൂടി ഇരുന്നിട്ട് പടച്ചുണ്ടാക്കുകയാണ്, മമ്മൂട്ടിക്ക് കിട്ടില്ല കാരണം BJP ആണെന്നൊക്കെ പറയുമ്പോഴും പിന്നെ ആരാണ് മമ്മൂട്ടി സാറിന്റെ സിനിമകൾ മാത്രം നാഷണൽ അവാർഡിലേക്ക് അയക്കാതിരുന്നതും അതിന്റെ പഴി മുഴുവൻ BJP സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ചതും ആരാന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. എന്ത് പരിപാടിയാടാ?
മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും, മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഒരു സിനിമ പോലും നാഷണൽ അവാർഡിലേക്ക് പോയിട്ടില്ല എന്നാ പറയുന്നത്. നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ ശരിക്കും ഞാൻ ആകെ ഷോക്കായി ഈ വീഡിയോ കണ്ടപ്പോ. സത്യം പറയാമല്ലോ, ഇവിടെ ന്യൂസ് ചാനലുകൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മമ്മൂട്ടി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നു എന്ന് പറയുന്നത്? അവരുടെ ന്യൂസ് ചാനലുകളിലെ വീഡിയോ കണ്ടിട്ടാണ് നമ്മളൊക്കെ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. സത്യം പറയുന്നുണ്ടെങ്കിൽ ഇതിനൊരു സത്യസന്ധത ഉണ്ട് എന്ന് വിശ്വസിച്ചു നമ്മളൊക്കെ. അതില്ല, അത് നഷ്ടപ്പെടുത്തി. വെറും റേറ്റിംഗിന് വേണ്ടി ഇമ്മാതിരി ഊള വാർത്തകൾ പടച്ചുവിടുന്നവരെ എന്താ ഞാൻ പറയേണ്ടത്? ഇദ്ദേഹം വെറുതെ ഇരുന്ന് ചുമ്മാതെ അങ്ങ് പൊളിക്കല്ല. അദ്ദേഹം കൃത്യമായി പറയുന്നു, ഞാൻ സൗത്ത് ഇന്ത്യൻ ജൂറിയിൽ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഇവിടെ മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും പ്രദർശിപ്പിച്ചിട്ടില്ല. സൗത്ത് ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്ത സിനിമകളിൽ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ ഇല്ല. അതാരാണ് തടഞ്ഞു വെച്ചത് എന്ന് ഇദ്ദേഹത്തിന് പോലും സങ്കടമുണ്ട്. ഇദ്ദേഹം പോലും പറയുന്നത് സങ്കടം കൊട്ടാണ്. അതായത് മമ്മൂട്ടിയുടെ സിനിമ മനഃപൂർവ്വം തഴഞ്ഞു, അതും ജൂറിയിലുള്ള ആളുകളോ രാഷ്ട്രീയത്തിലുള്ള ആളുകളോ അല്ല, പുറത്തു നിന്ന് ആരോ എന്നാണ് പറയുന്നത്. മമ്മൂട്ടിയോട് അതിയായ ദേഷ്യമുള്ള ആരോ അത് ചെയ്തിട്ടുണ്ട്. വളരെ വളരെ മോശം. എന്തായാലും ഇതിന്റെ പുറകിൽ ആര് പ്രവർത്തിച്ചാലും അത് ഇത്രയും വലിയൊരു സിനിമ നാഷണൽ അവാർഡിലേക്ക് അയക്കാതിരുന്ന ആരുടെയൊക്കെ ചിന്തയായാലും അത് വളരെ മോശമായ ഒരു കാര്യമാണ്. അത്തരം ചിന്തകളെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം. ആരെങ്കിലും സർക്കാരിനെതിരെ, ഏത് സർക്കാരിനെതിരെയും അഭിപ്രായം പറയുന്ന സമയത്ത് അതിന്റെ ഒതന്റിസിറ്റി, അതിന്റെ ജെന്യൂനിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിലേക്ക് ഏറ്റെടുക്കാനും പ്രതികരിക്കേണ്ടതെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാറുള്ളത്. ഓഹ് പൊന്നെ, എന്താണ് പറയേണ്ടത്? മമ്മൂട്ടിയുടെ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ കേരളത്തിൽ നിന്നും വിട്ടിട്ടില്ല. ആട്ടം എന്ന സിനിമക്ക് അവാർഡ് കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിന്റെ സ്ക്രീൻ പ്ലേക്ക് അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഞാൻ ആ സിനിമ കണ്ടപ്പോ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആർട്ട് മൂവി, എത്രയോ കാലങ്ങൾക്ക് ശേഷം കാണുന്ന ആർട്ട് മൂവി, അതിന് അവാർഡ് കിട്ടണതും ഇവിടുന്ന് അത് അയച്ചതിലൊക്കെ സന്തോഷമുണ്ട്, അതിൽ കിട്ടിയതിലൊക്കെ സന്തോഷമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് മമ്മൂട്ടിയുടെ ക്ലാസിക് സിനിമയായിട്ടുള്ള നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ തടഞ്ഞു വെച്ചു എന്നുള്ളതാണ്. ഇത് കൃത്യമായി അന്വേഷിക്കുക തന്നെ വേണം. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് നമ്മൾക്ക് കണ്ടെത്തിയേ ഒക്കൂ. നമുക്ക് നിർബന്ധമായി ഇത് കണ്ടെത്തണം. അത് ആരാണെങ്കിലും ഇത്രയും വലിയ കൊലച്ചതി മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടനോട് ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മമ്മൂട്ടി ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. നമ്മൾ ഇവിടെ കിടന്നിട്ട് എന്താ പറയാ വീഡിയോസ് ചെയ്യുന്നു, ആളുകൾ കിടന്ന് കമന്റ് ചെയ്യുന്നു, ആളുകളൊന്നും അറിയുന്നില്ല. ഇങ്ങനെ ഇതിന് പിന്നിൽ ഇദ്ദേഹത്തിനെ നമിക്കുന്നു. ഈ ഒരു സമയത്തെങ്കിലും ഈ ഒരു കാര്യം തുറന്നു പറയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും വൈകിയത് എന്നുള്ള ചോദ്യം ഞാൻ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അത് കുറച്ച് മുൻകൂട്ടി പറയുകയായിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത് അയക്കാതിരുന്ന മലയാളത്തിന് വലിയൊരു നഷ്ടമാണ് വരുത്തിയത്. മമ്മൂട്ടി എന്ന നടനെ മാത്രമല്ല, മലയാളത്തിന് വലിയൊരു അവാർഡാണ് നഷ്ടപ്പെട്ടു പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവസരമാണ് നഷ്ടപ്പെട്ടു പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നാഷണൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ. നമസ്കാരം. സത്യല്ലേ, നല്ലൊരു അവസരമല്ലേ മമ്മൂട്ടിക്ക് 5ാമത് നാഷണൽ അവാർഡ് വാങ്ങാൻ കഴിയുന്ന ഒരു നിമിഷത്തെ തകർത്തത് ആരായാലും. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ വിറവല് വന്നുപോയി ഇത് കേട്ടപ്പോ. മമ്മൂട്ടിയുടെ സിനിമ തഴഞ്ഞു. ഇവിടെ നിന്നും മമ്മൂട്ടിയുടെ സിനിമ സെലക്ട് ചെയ്തിട്ടില്ല, അങ്ങോട്ട് വിട്ടിട്ടില്ല എന്നാ. മലയാള സിനിമകളിൽ ഒട്ടനവധി നല്ല സിനിമകൾ പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന, ആട്ടത്തെക്കാളും മികച്ചു നിൽക്കുന്ന സിനിമ എന്ന രീതിയിൽ വേണമെങ്കിൽ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാ. അദ്ദേഹത്തിന്റെ സിനിമ പോലും തഴഞ്ഞു വെക്കണമെങ്കിൽ എത്ര വിദ്വേഷം മമ്മൂട്ടിയോട് ഈ കേരളത്തിലുള്ള ചില ആളുകൾക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ടല്ലോ. അപ്പോ കൃത്യമായിട്ട് ഈ സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് കിട്ടിയ ഋഷഭ പറയുന്ന ഒരു കാര്യമുണ്ട്, ഷെട്ടി പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മമ്മൂട്ടി ഈ ഒരു അവാർഡിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷെ മമ്മൂട്ടി ഇല്ല എന്ന് തന്നെയാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. അതൊന്ന് കേൾക്കാം. ಸೊ ಅಂತ ಪ್ರೊಡಕ್ಷನ್ ಹೌಸ್ ನಮ್ಮ ಕನ್ನಡದಲ್ಲಿರೋದು ಒಂದು ನಮ್ಮೆಲ್ಲರ ಪುಣ್ಯ ಅಂತ ಅನ್ಕೊಳ್ತೀನಿ ನಾನು, ಆಸ್ ಎ ಫಿಲ್ಮ್ ಫ್ರೆಟರ್ನಿಟಿ ಒಬ್ಬ ಮನುಷ್ಯನಾಗಿ. ಸೊ ಹಾಗಾಗಿ ಎಲ್ರಿಗೂ ಅಭಿನಂದನೆ ಅಂಡ್ ಧನ್ಯವಾದ. ನಿಮ್ಮೆಲ್ಲರ ಆಸೆ, ಎಲ್ಲರದ್ದು ವಿಶ್ವಾಸಕ್ಕೆ ತುಂಬಾ ಜನ ಹೇಳ್ತಾ ಇದ್ರು, ಬಟ್ ಯಾವುದೇ ಕಾರಣಕ್ಕೂ ನಾವು ಒಂದು ಪ್ರಶಸ್ತಿಗೋಸ್ಕರನೋ ಅಥವಾ ಇನ್ನೊಂದು ಯಾವುದೋ ಒಂದು ಬೇರೆ ಬೇರೆ ರೀಸನ್ಗಳಿಗೆ ಸಿನಿಮಾ ಮಾಡೋದಕ್ಕಾಗಲ್ಲ. ಸಿನಿಮಾ ಅದು ಜನ ಒಪ್ಪಬೇಕು, ಜನ ಒಪ್ಪಿ ಆದ್ಮೇಲೆ ಅಲ್ಲಿರುವಂತಹ ಜೂರಿಗಳಿಗೆ ಅದು ಇಷ್ಟ ಆಗಬೇಕು, ಅಲ್ಲಿ ಬೇರೆ ಬೇರೆ ಸಿನಿಮಾಗಳ ಕಾಂಪಿಟೇಷನ್ ಅಲ್ಲಿ ಗೆಲ್ಲಬೇಕು, ಈ ತರ ಇರುತ್ತೆ, ಬೇರೆ ಬೇರೆ ಕಾರಣಗಳು ಇರುತ್ತೆ. ಸೊ ಹಾಗಾಗಿ ಯಾವುದೇ ಎಕ್ಸ್ಪೆಕ್ಟೇಷನ್ ಇರಲಿಲ್ಲ. ಸೆಲೆಕ್ಷನ್ ಕಮಿಟಿಲಿ ಇದ್ದಂಥ ಎಲ್ಲ ಜೂರಿಗಳಿಗೆ നാഷണൽ അവാർഡിന് ഹാൻഡിൽ ಮಾಡುವಂತ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ನಾನು ಥ್ಯಾಂಕ್ಸ್ ಹೇಳೋದಕ್ಕೆ ಇಷ್ಟಪಡ್ತೀನಿ. താങ്ക് യു സോ മച്ച്. ഓക്കെ, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ ഈ എന്താ പറയാ മത്സരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് യോഗ്യതയില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഒക്കെ മത്സരിക്കാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല. മത്സരമായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരാള് അതിലില്ല. മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടനെ ഈ ഒരു സിനിമ കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയോട് വിദ്വേഷമുള്ളത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനക്കാണോ എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? അല്ല,
കേരളത്തിൽ നിന്ന് എന്തുകൊണ്ട് ഈ ഒരു സിനിമ തടഞ്ഞു വെച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. ഇതിൽ മമ്മൂട്ടിയുടെ ഇടപെടലുകളാണോ ഉള്ളത്, അല്ലെങ്കിൽ മറ്റുള്ള വേറെ വല്ല ആളുകൾ ഇടപെട്ടതാണോ എന്ന് നമ്മൾ കൃത്യമായി കണ്ടെത്തിയേ വെക്കൂ. ഇനി നാളെ മീഡിയാസ് ഇതിന്റെ പിന്നാലെ പോകുമോ? പോവില്ല. കാരണം നൻപകൽ നേരത്ത് മയക്കം ഇഞ്ചോടിഞ്ച് എന്ന് പറഞ്ഞിരുന്ന ന്യൂസ് ചാനലുകൾ ഇപ്പൊ ഇനി മിണ്ടില്ല. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ശരിക്കും പറയുന്നത് മമ്മൂട്ടിയെ ശത്രുവായി കാണുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഉള്ളിലുള്ള ആരൊക്കെയോ ആണ് എന്നുള്ളതാ, നമ്മുടെ നാട്ടിലുള്ള ആരൊക്കെയോ ആണ് എന്നുള്ളതാ. മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ അവിടെ ചെല്ലുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് കിട്ടേണ്ടതായിരുന്നില്ലേ? കിട്ടുമായിരുന്നു. അപ്പോ ചതിയാണ്, ഒരു വലിയ ചതി, മമ്മൂട്ടിയോടും മലയാള സിനിമയോടും ചെയ്യുന്ന ഏറ്റവും വലിയ കൊലച്ചതി. ഓക്കെ, എന്തായാലും കൊള്ളാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആളുകളൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പൊ നമ്മൾ എന്തായാലും ഈ വാർത്തയുടെ അപ്ഡേഷൻസും കാര്യങ്ങളായിട്ട് വീണ്ടും വരും. അതുവരെയും സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.